ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ ആങ്ങള വന്ന് പണം നൽകിയ കാര്യങ്ങൾ മുഴുവനും ഈ ഓട്ടോറിക്ഷക്കാരി പറയുകയാണ്. ഇതെല്ലാം കേട്ടുന്ന അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിക്കണം. അപ്പോഴാണ് വിക്രത്തിൻ്റെ വരവ്. വിക്രം അമ്മയെന്നും വിളിച്ചുകൊണ്ട് വരികയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ, വിക്രം നിൻ്റെ കയ്യിലെന്താ പതിവില്ലാത്ത പോലെ ഒരു ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കാര്യമുണ്ടമ്മേ, ഇതിൻ്റെ ഉള്ളിൽ എന്താ പണമാണോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ അമ്മേ, പണം തന്നെയാണ്. ഈ പണം നീ എന്തിനാടാ മേടിച്ചത് എന്ന് ചോദിക്കാം. തിടഞ്ഞപ്പോഴേക്കും, പിന്നെ മേടിക്കാതെ അല്ല, നമുക്ക് തന്നതാണല്ലോ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ആ വേതാളത്തെ ഒന്ന് കാണാനുണ്ട്. ആ വേതാളം എവിടെ? നീ എന്തിനാ ആ കുട്ടിയെ കാണുന്നത്? അതൊക്കെ ഉണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നേരെ വേദയെ കാണാനായിട്ട് നേരെ അലക്കലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ വിക്രത്തിൻ്റെ ഷർട്ട് ഇരുന്നിങ്ങനെ അലക്കുകയായിരുന്നു നമ്മുടെ വേദ. അപ്പോൾ വിക്രം ചോദിക്കണം, എന്താടി ഇത്? നീ എന്താ എന്നോടുള്ള ദേഷ്യം ഷർട്ടിനോട് തീർക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇത് ദേഷ്യമൊന്നുമല്ല, ഒരു ആകാംക്ഷ. ആകാംക്ഷയോ? എന്താകാംക്ഷ? അല്ല, ഈ ഷർട്ടിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെയാണല്ലോ ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്, അദ്ദേഹത്തെയാണല്ലോ ഞാൻ സ്നേഹിക്കാൻ പോകുന്നത് എന്നാലോചിച്ചുള്ളൊരു ആകാംക്ഷ. നിർത്തടി, നിൻ്റെ അധിക പ്രസംഗമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പക്ഷേ ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നിൻ്റെ വീട്ടുകാർക്ക് നിന്നോട് ഇത്രയും വലിയൊരു മതിപ്പാണെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അതെ, നിൻ്റെ അച്ഛനില്ലേ, നിൻ്റെ അച്ഛനെക്കുറിച്ച് വലിയ വലിയ വാക്കുകളൊക്കെയല്ലേ നിൻ്റെ നാവിൽ വരുവുള്ളൂ. പക്ഷേ നിൻ്റെ അച്ഛൻ നിനക്ക് വെറും 10 ലക്ഷം രൂപ വിലയാണല്ലോ ഇട്ടിരിക്കുന്നത്. അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. എൻ്റെ അച്ഛൻ അത്രക്കാരനല്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല പോലും. പിന്നെ എന്താഴുതേ ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗ് അങ്ങോട്ട് വലിച്ചെറിയാണ്. ഇതേ നിൻ്റെ അച്ഛൻ നിനക്കിട്ട വിലയാണ് 10 ലക്ഷം. അതായത് നിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൈസ. എന്നാലും സ്വന്തം മകൾക്ക് നേരെ ഇത്രയ്ക്കും വില ഇട്ടല്ലോ നിൻ്റെ അച്ഛനും ആങ്ങളെയും കൂടി ചേർന്നിട്ട്. നിങ്ങൾ പറയുന്നത് മുഴുവനും പച്ച കള്ളോ, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്ന് വേദ വീണ്ടും തർക്കിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും, വേണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, പക്ഷേ ഇവിടെ സാക്ഷികളുണ്ട്. എൻ്റെ ഏട്ടനായ വിനായകട്ടനും പിന്നെ അവളും അങ്ങനെ ഓട്ടോറിക്ഷക്കാരും പറയണം. അതെ അതെ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാ വേദയുടെ ഏട്ടൻ വന്നിട്ട് ഈ പൈസ വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും വേദയുടെ മുന്നിൽ പറയുകയാണ് നമ്മുടെ വിക്രമും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ നിനക്ക് ഒരു വിലയില്ലെന്ന്? കാരണം നിനക്ക് വിലയുണ്ട്, 10 ലക്ഷം രൂപയുടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ, ഞങ്ങളിങ്ങനെ കൂടുതൽ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത്. ദയവ് ചെയ്ത് നിൻ്റെ ശല്യമൊന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിത്താ. നീ ഇവിടെ നിന്ന് പോകുക തന്നെ ചെയ്യണം എന്ന് ഇവിടെ വേദയോട് പറയണം. പക്ഷെ വേദയ്ക്ക് ഈ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വേദ അവിടെ നിന്ന് നേരെ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി പോവുക. അപ്പം എല്ലാവരും വിചാരിച്ചത് വേദ ഇന്ന് തന്നെ സ്ഥലം വിടുമെന്ന്. അങ്ങനെ വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഓട്ടോറിക്ഷക്കാരി ചോദിക്കണ്ടേ, എന്തിനാണ് നന്ദിനി ഏട്ടത്തി എന്തിനാണ് വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോയത്? അവളുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആയിരിക്കും അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയത്. നോക്കാം, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വേദ അതിനകത്ത് റൂമിൽ കയറി കഥ കടച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിൽ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ പണമാണോ എന്നൊക്കെ നോക്കുക. അപ്പം അതിനുള്ളിൽ നിറയെ പണം, 10 ലക്ഷം രൂപ പണമുണ്ട്. ആ വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ വേദ ആ ഫോൺ എടുത്തിട്ട് തൻ്റെ അച്ഛനെ വിളിക്കുക. അപ്പോൾ അച്ഛനിന്ന് എന്തൊക്കെയോ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വേദയുടെ കോള് കണ്ടത്. ഇവളെന്തിനാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? ഹലോ, എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനേ വേദയാ. അതെ, ഫോണിൽ നിന്ന് ഈ നമ്പർ ഡിലീറ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി നീയാണെന്ന്. ഇപ്പം എന്തിനെന്നെ വിളിച്ചത്? എന്തിനെന്നെ വിളിക്കാനായിട്ട്? അപമാനിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അച്ഛനല്ലേ എന്നെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത്? എന്നെ ദ്രോഹിക്കലൊന്നും നിർത്തിക്കൂടെ? ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ വീടാണ് ഇതെന്ന്. എന്നിട്ട് ഇപ്പം എനിക്ക് ഒരു വിലയും കൂടി ഇട്ടിരിക്കുന്നല്ലേ? എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അഭിനയിക്കണ്ട, എന്നേക്കുള്ള വില 10 ലക്ഷം രൂപയാണല്ലേ? അച്ഛനിനെ അഭിനയിക്കാൻ നിൽക്കരുത്. വിക്രത്തിൻ്റെ കയ്യിലേക്ക് ആ പണം എടുത്ത് കൊടുത്തില്ലേ അച്ഛൻ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഞാനോ? ഏത് പണം? എവിടത്തെ പണം? ഇനിയും എൻ്റെ മുന്നിൽ അഭിനയിക്കരുത് അച്ഛാ.
അച്ഛൻ എനിക്ക് വേണ്ടി വിലയിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ. ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞു അച്ഛാ. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ശങ്കരനാരായണൻ്റെ മോളാണെന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ടായിരുന്നു. ആ ഒരു അഭിമാനമാണ് അച്ഛാ ഇപ്പം മനസ്സിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയത്. കാരണം ഏട്ടൻ്റെ കയ്യിലേക്ക് അച്ഛൻ ആ പൈസ കൊടുത്തു വിട്ടു. ഏട്ടൻ വിക്രത്തിൻ്റെ കയ്യിലും കൊണ്ടേ കൊടുത്തു. പക്ഷേ എന്നിട്ട് വിക്രമിനടുത്ത് പറഞ്ഞെന്നറിയാമോ, നീ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോ, എന്നിട്ട് ആ പൈസ നിന്റെ അച്ഛൻ്റെ മുഖത്ത് കൊണ്ട് എറിഞ്ഞു കൊടുക്കാനായിട്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉത്തരവില്ലാതെ ആയിപ്പോയച്ചാ. എന്തിനാച്ചാ വീണ്ടും എന്നെ ദ്രോഹിക്കുന്നത്? പണം ഇട്ട് ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ അച്ഛൻ എങ്ങനെ പെരുമാറാനായിട്ട് കഴിഞ്ഞു അച്ഛാ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛാ, ഞാനൊരു കാര്യം പറയാച്ചാ. എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല അച്ഛാ. ഇവിടെ ആഡംബരങ്ങളില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സമാധാനമുണ്ട് അച്ഛാ. ആ സമാധാനം അച്ഛനായിട്ട് ഇല്ലാതാക്കാൻ നിൽക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകാനും നോക്കണ്ട. ഞാൻ എങ്ങോട്ടും വരാനായിട്ട് പോകുന്നില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനിയും ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പരിപാടി കാണിച്ച് അച്ഛൻ ചെറുതാകരുത് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ ശങ്കരനാരായണൻ അപ്പം മനസ്സിലായി മകനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയെന്ന്. അങ്ങനെ പുറത്തെല്ലാവരും വേദയും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ശ്രീജ ചോദിക്കുകയാണ്, അമ്മേ എന്താകും അമ്മേ കാര്യങ്ങളെല്ലാം? അറിയില്ല മോളെ, ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാനായിട്ട് പോകുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ വരുന്നു നമ്മുടെ വേദയാണെങ്കിൽ ഭയങ്കര വാശിയോടുകൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരിക. ഇത് കണ്ട വിക്രമാണെങ്കിൽ ഒറ്റക്ക് പോകണ്ട, ഞാൻ കൊണ്ട് വേണമെങ്കിൽ ആക്കി തരാം. ഇത് കേട്ട വേദ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ കിണറിൻ്റെ അടുത്തേക്ക് നടക്കുക. അപ്പോൾ ഈ വിനായകൻ ചോദിക്കണം, ദൈവം ഇവളെന്താ കിണറിലേക്ക് ചാടാനായിട്ട് പോവുകയാണ്? ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ എന്ന് നന്ദിനിയും പറയുക. അങ്ങനെ നേരെ വേദ കിണറിൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്നേച്ചാൽ വിക്രത്തിൻ്റെ തുണി അങ്ങോട്ട് അലക്കി പിഴിയുകയാണ്. ഇത് കണ്ട വിക്രത്തിനാകെ കാലി വന്നിട്ട്, നിന്നോട് പനിയാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വേതാളമേ? നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ വീടാണെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓട്ടോറിക്ഷക്കാരിക്ക് ആകെ അരിശം വരികയാണ്. നിങ്ങളെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്, നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. ഇത് എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അളിയനും തമ്മിലുള്ള കാര്യങ്ങളാ. അത് ഞങ്ങൾ തീർത്തോളാം. അതിലിടയിൽ കയറി കിടന്ന് ഓട്ടം പിടിക്കാനായിട്ട് നിൽക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഈ വേദയുടെ ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരി ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവുകയാണ്. വിക്രത്തിന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് വിക്രത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംസാരിക്കാമല്ലോ. വിക്രത്തിന് ഇപ്പം എന്താ അറിയേണ്ടത്? നിന്റെ അച്ഛമ്മ നിന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. നീ അവിടെ ചെന്ന് താമസിക്കണമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? പൊയ്ക്കൂടെ? നിനക്ക് വിലയിട്ടതല്ലേ അവര്, അപ്പം പിന്നെ പൊയ്ക്കൂടെ? വിലയിട്ടത് നിങ്ങളത്ര ആത്മാഭിമാനമുള്ള ഒരാളാണെന്നെങ്കിലേ ആ പണം എന്തിനാ മേടിച്ചുകൊണ്ട് വന്നത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം തന്നെ എറിഞ്ഞു കൊടുക്കായിരുന്നില്ലേ? കൊടുക്കായിരുന്നു. അയാൾ എൻ്റെ നേരെ പണം നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കുവേ അയാളുടെ മുഖത്ത് വലിച്ചെറിയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെയും കൂടി ചേർന്നിട്ട് നിനക്കിട്ടിരിക്കുന്ന വില നിന്റെ മുന്നിലും തുറന്ന് കാണിക്കണ്ടേ? അതിനു വേണ്ടി തന്നെയാണ് ഞാനേ ഈ പണം കൊണ്ട് വന്നത്. നിന്നെപ്പോലുള്ള തരം താഴ്ന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ വിലയിരുത്താൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല വിക്രം. പിന്നെ നിങ്ങൾ കുറേ തെമ്മാടിത്തരങ്ങളെല്ലാം കാണിച്ചല്ലോ. എല്ലാവരുടെ മുന്നിൽ വല്ല ഗുണ്ടായിസം കാണിച്ച് പരസ്യമായിട്ട് എൻ്റെ കഴുത്തിലായിട്ട് താലി കെട്ടി എന്നെ പിടിച്ച് വലിച്ചഴിച്ചുണ്ട്. ആ ഒരു കാര്യമേ എൻ്റെ ഏട്ടനും നിങ്ങളോട് ചെയ്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് എന്നോട് അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏതായാലും ഇവിടെ തന്നെയാണ് ജീവിക്കാനായിട്ട് പോകുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എല്ലാവരും കേട്ടല്ലോ. എല്ലാവരോടും കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. പറഞ്ഞ് മനസ്സിലായല്ലോ വിക്രം? പിന്നെ ഈ തുണി ഇത് നിങ്ങളുടെ തുണിയാണ്. ഇതേപോലെ ഞാൻ ഇനിയും ഇട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ തോളിലേക്ക് ആ നനഞ്ഞ തുണി എടുത്തിട്ട് കൊടുക്കുക. ഇനി സ്വന്തം തുണി സ്വന്തമായിട്ട് തന്നെ അലക്കാം അന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. വയസ്സായ അമ്മയെ കൊണ്ട് തുണി അലപ്പിക്കാതെ സ്വന്തം തുണി സ്വന്തമായിട്ട് അലക്ക്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആഴയിൽ അങ്ങോട്ട് വിരിച്ചിട്ടേര്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ വേദ നേരകത്തേക്ക് കയറി പോവുകയാണ്. വേദയുടെ ആ ഒരു ഡയലോഗൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും ശ്രീജിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ ആകെ പെട്ടു എന്നൊരായി പോവുകയാണ് നന്ദിനിയും അതേപോലെ തന്നെ നന്ദിനിയുടെ ഭർത്താവ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരിയാണെങ്കിൽ ഒരു റോളും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് നിന്ന് പോവുക. അപ്പോൾ ഓട്ടോറിക്ഷക്കാരിയാണെങ്കിൽ ഞാൻ പോട്ടെ നന്ദിനിയേട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷക്കാരി അവിടെ നിന്ന് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം, ഇവളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് ആ ഷർട്ട് എടുത്തിട്ട് നമ്മുടെ വിക്രം തന്നെ അഴയിലേക്ക് വിരിച്ചിടുകയും ചെയ്യുക. അപ്പോൾ നന്ദിനിയുടെ ഭർത്താവും കൂടി സംസാരിക്കുകയാണ്. മനുഷ്യ എല്ലാം കുളം കലങ്ങിയല്ലോ, അവളെ നിന്ന് ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. മനുഷ്യ വല്ല കമ്മീഷനും കിട്ടിയോ? എടീ അങ്ങനെയൊന്നും ഇല്ലടി, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ലെന്നേ. ദൈവമേ ഇനി എന്ത് ചെയ്യും? ഇനി ആ ഗോവ ട്രിപ്പ്, ആ ഗോവയ്ക്കെങ്കിലും പോകാൻ പറ്റുമോ? ആ ഏതായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ, നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്, നമുക്കറിയാതെ അല്ലേ. അതുകൊണ്ട് ആ ടിക്കറ്റ് കിട്ടുമായിരിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസലാക്കാൻ പറ്റില്ലായിരിക്കും. ഓ അങ്ങനെയാണെങ്കിൽ സമാധാനമായി, ഗോവയ്ക്കെങ്കിലും പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രം വന്നിട്ട് രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നുമില്ല വിക്രം, അത് പിന്നെ ഞങ്ങൾ നടക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ. നല്ലതാണ് അല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന നല്ലതാണ്. പക്ഷേ എടോ വിനായക, എനിക്ക് തന്നോടാണ് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ളത്. സത്യം പറഞ്ഞോ? അതെ, ഈ വേദയുടെ ആങ്ങള എൻ്റെ മുന്നിലേക്ക് പണം കൊണ്ടുവന്നു. അതിനു മുമ്പ് തന്നെ നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ഡീല് നടന്നിട്ടുണ്ട്. താനല്ലേ ആള്, തനിക്ക് നല്ല കമ്മീഷൻ കിട്ടിയെന്നും എനിക്ക് മനസ്സിലായി. എത്രയാണോ അയാൾ തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല വിക്രം, എനിക്കൊരു കമ്മീഷനും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടില്ല. എൻ്റെ മേൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കരുത്. എത്രയാണ് കിട്ടിയത്? ഈ പോക്കറ്റ് എന്ന് തന്നെ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവയിലെ ടിക്കറ്റാണ്. ഓഹോ, ഗോവ ടിക്കറ്റ് കൊള്ളാലോ. ഒറ്റ പൈസ ഇല്ലാത്ത തനിക്ക് എങ്ങനെയാണോ ഈ ഗോവ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കിട്ടിയത്? അപ്പം നമ്മുടെ നന്ദിനി പറയാണ്, അത് പിന്നെ ഇതൊരു സമ്മാനമാണ്. സമ്മാനോ? ആര് തന്ന സമ്മാനം? പറഞ്ഞോ മര്യാദയ്ക്ക്, ആര് ഈ സമ്മാനം തന്നതെന്ന്? അത് പിന്നെ വേദയുടെ ആങ്ങളയാണ് തന്നത്. ഓ മനസ്സിലായി. ഇനിയേ നിങ്ങൾ ഒരു ഗോവയ്ക്കും പോകാൻ നിൽക്കണ്ട, ഇതിപ്പോൾ തന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ ടിക്കറ്റ് അങ്ങോട്ട് വിക്രം കീറിക്കളഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്കാണെങ്കിൽ കാര്യം വരിക. അപ്പം നന്ദിനിയാണെങ്കിൽ ദൈവമേ എത്ര എണ്ണത്തിനെ പാമ്പ് കൊത്തി ചാവുന്നൊക്കെ ഉണ്ട്, ഇതിനൊക്കെ പാമ്പ് കൊത്താൻ പോലും ആര്? എന്താ പറഞ്ഞത് എന്ന് വിനായകൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുമില്ല, അല്ല ആർക്കും ഒരാപത്തും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതാ. അപ്പോൾ നന്ദിനി മനസ്സിൽ കരുതുകയാണോ, എൻ്റെ ദൈവമേ അനീനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ? എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ അനിയന്മാർ തമ്മിൽ ഒന്നിക്കും, പിന്നെ നമ്മൾ പുറത്താകും. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വേദയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇരുന്ന് സീരിയൽ കാണുക. സീരിയൽ കണ്ടിരിക്കുന്ന സമയത്താണ് വേദയുടെ ആങ്ങള അങ്ങോട്ട് വരുന്നത്. ആങ്ങളെയും ഭയങ്കര സന്തോഷത്തിൽ. ആ സമയത്ത് അച്ഛനിറങ്ങി വരികയാണ്. അച്ഛൻ്റെ ദേഷ്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോയി. എടാ എനിക്കൊരു കാര്യം അറിഞ്ഞേ മതിയാവുള്ളൂ, ഞാൻ കേട്ട മുഴുവൻ സത്യമാണോ? അച്ഛാ അത് പിന്നെ നീ എന്തിനാണ് ആ തെമ്മാടിക്ക് 10 ലക്ഷം രൂപയെ കൊണ്ട് കൊടുത്തത് വേദയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട്? അത് പിന്നെ അച്ഛാ ഞാൻ കേട്ടത് സത്യമാണോന്ന്? നീ എന്തിനാ പൈസ കൊണ്ട് കൊടുത്തത്? നീ കൊടുത്തോ? അത് പിന്നെ അച്ഛാ വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് തീരേണ്ട താമസം എൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് വേദയുടെ അച്ഛൻ. നിനക്ക് നാണമില്ലേ? എന്നെ ഇത്രയൊക്കെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ഞാൻ എന്തിനാ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നത്? അച്ഛാ അത് പിന്നെ സോറി അച്ഛാ, അച്ഛൻ്റെ മനസ്സ് വേദനിച്ചെങ്കിൽ ഒരുപാട് സോറി അച്ഛാ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നാണക്കേടെല്ലാം മാറുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛാ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നിട്ടിപ്പോൾ എന്തായി? വല്ലതും നടന്നോ? ഇനിയിപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യവും കൂടി ആയി. അവള് പോയത് തന്നെയാണ്. അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എന്നാലും ഒരു കാര്യം പറയട്ടെ മോനെ, ഇവൻ അങ്ങനെ ചെയ്തു, പക്ഷേ അതിനും കാരണക്കാരൻ നീ തന്നെയല്ലേ? നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശങ്കരനാരായണൻ്റെ മുഖം ആകെ ഒന്ന് മാറുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.